നടൻ ദുൽഖർ സൽമാന്റെ ആഡംബര വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ്. നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കടത്തിയ കേസിലെ പരിശോധനയ്ക്കിടെയാണ് ഡിഫൻഡർ പിടിച്ചെടുത്തത്. പൃഥ്വിരാജിന്റെ വീട്ടിലും പരിശോധന നടന്നു. കൊച്ചിയിൽ 2 വാഹനങ്ങളും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 11 വാഹനങ്ങളും പിടിച്ചെടുത്തു. രാജ്യവ്യാപകമായി നടക്കുന്ന ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായാണ് കേരളത്തിലെ പരിശോധന. വിവരങ്ങളുമായി എസ് ശരണും അഭിജിത്ത് മുഴക്കുന്ന് നമുക്കൊപ്പം ചേരുന്നു. എസ് ശരൺ, ദുൽഖർ സൽമാന്റെ വീട്ടിൽ അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ ഗാരേജിൽ പരിശോധനകൾ നടക്കുകയായിരുന്നു. മറ്റിടങ്ങളിലെ പരിശോധനകൾക്കൊപ്പം ഇപ്പോൾ ഒരു ആഡംബര വാഹനം പിടിച്ചെടുത്തിരിക്കുകയാണ്. റെയ്ഡിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജിയ, സംസ്ഥാനത്താകെ തന്നെ 30-ലധികം ഇടങ്ങളിൽ പരിശോധന നടന്നപ്പോൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറിയിരുന്നത് കൊച്ചിയാണ്. അതായത് കൊച്ചിയിൽ മാത്രം 15 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. ആ പരിശോധനയ്ക്കിടയിലാണ് നടൻ ദുൽഖർ സൽമാന്റെ വാഹനം പിടിച്ചെടുത്തിരിക്കുന്നത്. ഡിഫൻഡർ വാഹനമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് നേരത്തെ നികുതി വെട്ടിച്ചാണ് ഈ ഭൂട്ടാനിൽ നിന്ന് കടത്തിയത്. അത് ഇടനിലക്കാർ അത്തരത്തിൽ കൊണ്ടുവന്ന ശേഷം ദുൽഖർ സൽമാൻ വാങ്ങുകയായിരുന്നു. എന്തായാലും നേരത്തെ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഒക്കെ തന്നെ ഭൂട്ടാനിൽ നിന്ന് വാങ്ങിയ വാഹനം പിന്നീട് രജിസ്ട്രേഷൻ നടത്തി കേരളത്തിലടക്കം വിറ്റിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വലിയ പരിശോധനകളിലേക്കാണ് കടന്നിരുന്നത്. അങ്ങനെ കൊച്ചിയിൽ പരിശോധനയ്ക്കിടയിൽ 2 വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതിൽ ഒരു വാഹനം ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ വാഹനമാണ്, ഡിഫൻഡർ കാറാണ്. അത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും അല്പസമയത്തിനകം തന്നെ കസ്റ്റംസിന്റെ ബന്ധപ്പെട്ട ഓഫീസിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈകിട്ട് 6:30 കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണറായ ടിജു വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുമ്പോഴായിരിക്കും കേരളത്തിലെ ആകെയുള്ള ഒരു പിക്ചർ, കേരളത്തിൽ എത്ര വാഹനങ്ങൾ മൊത്തത്തിൽ പിടിച്ചെടുത്തു എന്നുള്ള വിശദമായ വിവരങ്ങളടക്കം പുറത്തുവിടുകയും ചെയ്യുക. എന്തായാലും നേരത്തെ വലിയ രീതിയിലുള്ള വിവരശേഖരണം DRIയുടെയും കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്നും ഈ കസ്റ്റംസ് തിരിവിൽ നിന്നും തന്നെ അടയ്ക്കാതെ വാഹനങ്ങൾ കള്ളക്കടത്ത് നടത്തുന്നു. അത് പിന്നീട് ഹിമാചൽ പ്രദേശിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷമാണ് രജിസ്ട്രേഷൻ നടത്തി കേരളത്തിലടക്കം വിറ്റെന്നുള്ളതാണ്. അങ്ങനെയാണ് കേരളത്തിൽ വലിയ പരിശോധനകളിലേക്ക് പോവുകയും ചെയ്തിരുന്നത്. എന്തായാലും കൊച്ചിയിൽ നിന്ന് പിടിച്ചെടുത്ത 2 വാഹനങ്ങളിൽ ഒന്ന് ദുൽഖർ സൽമാന്റെ വാഹനമാണ്. ദുൽഖർ സൽമാനോട് ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കാൻ കസ്റ്റംസ് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ 2 വാഹനം സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ വാഹനങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ വാഹന ഉടമകളുടെ മറുപടി കേൾക്കേണ്ടതുണ്ട്, അവരുടെ ഒരു വിശദീകരണം കേൾക്കേണ്ടതുണ്ട്. ആ വിശദീകരണത്തിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് നടപടികൾ എന്തൊക്കെയാണെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം. അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പമുണ്ട്. അഭിജിത്ത്, ഇപ്പോൾ കൊച്ചിയിലെ അതുപോലെ മറ്റിടങ്ങളിൽ നടക്കുന്ന പരിശോധനയുടെ വിവരങ്ങളാണ് ശരൺ സൂചിപ്പിച്ചത്. മലബാറിൽ എവിടെയൊക്കെയാണ് പ്രധാനമായും റെയ്ഡ് നടന്നത്? ജില്ലകളിലായി 7 ഇടങ്ങളിലാണ് കസ്റ്റംസിന്റെ പരിശോധന നടന്നത്. ഇതിൽ സംശയാസ്പദമായ രീതിയിൽ സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഈ വാഹനങ്ങൾ നിലവിലിപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ ഈ പരിശോധന നടന്നത് ഈ തൊണ്ടയാടുള്ള റോഡ്വേ എന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഒപ്പം തന്നെ മുക്കത്തെ 2 ഇടങ്ങളിലും കസ്റ്റംസിന്റെ പരിശോധന നടന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തൊണ്ടയാട് റോഡ്വേ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ ഒരു വാഹനമാണ് കസ്റ്റംസിന് കണ്ടെത്താനായി കഴിഞ്ഞത്. അത് ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തതിന്റെ സാഹചര്യത്തിൽ ഒരു വാഹനം അങ്ങനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കസ്റ്റംസ്. അത് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായതിനാൽ തന്നെ നിലവിൽ അത് ഈ ഷോറൂമിൽ തന്നെ കസ്റ്റഡിയിൽ വച്ചിരിക്കുകയാണ്. നേരത്തെ ശരൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സുജിയ, കൃത്യമായ ഒരു പരിശോധന കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അടക്കം ഒരു പരിശോധന ഉണ്ടായിരുന്നു. അത് ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കൃത്യമായ രീതിയിൽ കള്ളക്കടത്ത് എന്ന രീതിയിൽ തന്നെ വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നു. അത് ഈ ഭൂട്ടാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി ഇവിടേക്ക് വാഹനങ്ങൾ എത്തുന്നു. അതിന് കൃത്യമായ രീതിയിലുള്ള ടാക്സ് അടക്കുന്നില്ല, വെട്ടിപ്പ് നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംശയങ്ങളാണ് കസ്റ്റംസിനുണ്ടായത്. അങ്ങനെയുള്ള ഒരു പരിശോധന കൂടിയാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ ഇപ്പോൾ ഈ മലബാറിൽ പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി നടന്നത്. ഏതായാലും 11 വാഹനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ പരിശോധന നിലവിൽ പൂർണ്ണമായിട്ടില്ല, മറ്റിടങ്ങളിലേക്ക് കൂടി പരിശോധന ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഉള്ള തൊണ്ടയാട് ഈ യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് പരിശോധന പൂർത്തിയാക്കി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മടങ്ങിയിട്ടുണ്ട്. ഈ വാഹനങ്ങളൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കസ്റ്റംസിന്റെ കരിപ്പൂർ വിമാനത്താവളത്തിലെ ഓഫീസിലേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ അവിടെയാണ് പൂർത്തീകരിക്കുകയും ചെയ്യുക. സുജിയ, വിവരങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ്. പരിശോധനകൾ തുടരുകയാണ്. വിശദമായ വാർത്താസമ്മേളനം 6:30 ഉണ്ടാകും എന്നാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്.